കോഴിക്കോട് കാരശ്ശേരി ബാങ്ക് പിടിച്ചെടുക്കാൻ സിപിഎമ്മിന് സഹായം ചെയ്ത ബാങ്ക് ചെയർമാൻ കെപിസിസി അംഗം എൻ.കെ. അബ്ദുറഹ്മാനെ കോൺഗ്രസ് പുറത്താക്കും. ജനറൽ മാനേജരെ ഉപരോധിച്ച ഡയറക്ടർമാരെ അറസ്റ്റ് ചെയ്തു നീക്കി. എൻ.കെ. അബ്ദുറഹ്മാനെതിരെ ഡിസിസി റിപ്പോർട്ട് നൽകുമെന്ന് കെ പ്രവീൺകുമാർ മീഡിയ വണിനോട് പറഞ്ഞു. ഒറ്റ രാത്രി കൊണ്ട് 800-ലധികം മെമ്പർമാരെ ചേർത്താണ് കാരശ്ശേരി ബാങ്ക് പിടിച്ചെടുക്കാൻ സിപിഎം ശ്രമം നടത്തിയത്. ഇതിനൊത്താശ ചെയ്തത് ബാങ്ക് ചെയർമാൻ എൻ.കെ. അബ്ദുറഹ്മാനാണ്. കെപിസിസി അംഗമായ ഇദ്ദേഹത്തിനെതിരെ നടപടി ആവശ്യം ശക്തമായിരുന്നു. വിഷയത്തിൽ കെപിസിസി ഡിസിസിയോട് റിപ്പോർട്ട് തേടി. ഈ ചെയർമാന്റെ നടപടി കെപിസിസി പ്രസിഡന്റ് തന്നെ ഗൗരവപൂർവ്വം എടുത്തിട്ടുണ്ട്. എന്നോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാദേശിക ഘടകങ്ങളുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന റിപ്പോർട്ട് ഇന്ന് ഡിസിസി കെപിസിസി സമർപ്പിക്കും. അതിനിടെ കാരശ്ശേരി ബാങ്ക് ഡയറക്ടർമാർ ജനറൽ മാനേജറെ ഉപരോധിച്ചു. തങ്ങൾ ഒപ്പിട്ട മിനിറ്റ്സ് ബുക്ക് കോപ്പി തരണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത ഡയറക്ടർമാരെ ജാമ്യത്തിൽ വിട്ടയച്ചു. 500 കോടി രൂപയിലധികം ആസ്തിയുള്ള ബാങ്കിൽ ജീവനക്കാരുടെ ID ഉപയോഗിച്ച് ഇന്നലെ പുലർച്ചെയാണ് 800-ലധികം പേരെ മെമ്പർമാരാക്കിയത്. സംഭവത്തിൽ പോലീസിലും സഹകരണ വകുപ്പിലും പരാതി നൽകിയ UDF ഹൈക്കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. ബാങ്ക് ഇന്നലെ മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലാണ്. അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഡെപ്പോസിറ്റുകാരെയും ബാങ്ക് ഇടപാടിനെയും ഒരിക്കലും ബാധിക്കില്ലെന്നും കാരശ്ശേരി ബാങ്ക് ജനറൽ മാനേജർ ധനീഷ് പറഞ്ഞു. നിലവിലൊരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ കാരശ്ശേരി ബാങ്കിലില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വന്നിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിക്ഷേപം പിൻവലിക്കുന്നതിനോ പുതിയ വായ്പകൾ കൊടുക്കുന്നതിനോ മറ്റ് ദൈനംദിന കാര്യങ്ങൾക്കോ ഒന്നും യാതൊരുവിധ പ്രയാസമോ കാര്യങ്ങളോ ഇല്ല. മീഡിയ 1 കോഴിക്കോട്.